സ്പോട്ട് ലൈവ് തുടരുന്നു. വനിതാ ഹോസ്റ്റലിലെ അജ്ഞാതന്റെ സാന്നിധ്യം കാരണം വലിയ ഭീതിയിലാണ് MSM കോളേജിലെ വിദ്യാർത്ഥിനികൾ. ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ നടപടിയെടുക്കാത്ത കായംകുളം പോലീസിനെതിരെ ഗുരുതര ആരോപണവും ഉയരുന്നുണ്ട്. പരാതിയുമായി എത്തിയ കുട്ടികളെ അധിക്ഷേപിക്കുന്ന മട്ടിൽ സംസാരിച്ച ഉദ്യോഗസ്ഥർ പ്രതികളെ ന്യായീകരിച്ചെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഒരാഴ്ചയായി പ്രതികൾ സ്വൈരവിഹാരം നടത്തുന്നതിനിടെ സുരക്ഷിതത്വം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിനികളും അധ്യാപകരും കേരള സർവകലാശാലയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. യാദൃശ്ചികമായിട്ട് കണ്ടതല്ലേ, നിങ്ങളത് വിട്ടേക്കണം. പിന്നെ ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ അവർ വന്നിട്ട് പൊക്കോളൂ എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ വന്നിട്ട് അവർക്കൊരു ഇതും ഇല്ല. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. സംഭവത്തെ എപ്പോഴാണ് ഇപ്പൊ ഒരു 10 മണിയൊക്കെ ആയി. 10 മണി കഴിഞ്ഞിട്ടാ ഞങ്ങൾ മോളിലോട്ട് കയറി എല്ലാവരും നോക്കാൻ പോയപ്പോൾ പോലീസുകാർ ഞങ്ങൾ ഒരാളെ ഉറക്കം പോലുമില്ലാതെ വിദ്യാർത്ഥിനികളുടെ മനോനില മോശമായിരിക്കുന്നുവെന്ന് അധ്യാപകർ തന്നെ സ്ഥിരീകരിക്കുന്നു. സർവകലാശാല പരീക്ഷാകാലത്ത് കൂടിയാണ് ഈ അവസ്ഥ എന്നത് ഓർക്കേണ്ടതാണെന്നും കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രതികരിച്ചു. യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വലിയ പ്രയാസമുണ്ട്. നമുക്ക് ടീച്ചേഴ്സ് എന്നുള്ള നിലയിലും ഞങ്ങൾക്ക് വലിയ വിഷമമാണുള്ളത്. അധ്യാപകർക്ക് എല്ലാവർക്കും തന്നെ വലിയ വിഷമം തന്നെയാണുള്ളത്. അപ്പൊ നമ്മൾ ഇന്നലെ പോലീസിൽ DYSP ചെന്നിട്ടുണ്ട്, ഓഫീസിൽ ചെന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു റിക്വയർമെന്റ് അത്യാവശ്യം പറഞ്ഞിരിക്കുന്നതും കുട്ടികളുടെ ആവശ്യമായിട്ട് മുൻനിർത്തി പറഞ്ഞിരിക്കുന്നതും ആദ്യം തന്നെ ആളെ കണ്ടുപിടിക്കുക എന്നുള്ള ഏറ്റവും പെട്ടെന്ന് തന്നെ മെഷേഴ്സ് എടുക്കണമെന്ന് തന്നെ നമ്മളത് ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശരണ്യ, ഈ സംഭവം പുറത്തു വന്നിട്ടിപ്പോൾ ദിവസങ്ങൾ കഴിയുന്നു. ഇപ്പോഴും ഈ അജ്ഞാതൻ കാണാമറയത്താണ്. പോലീസിനോട് ആദ്യം പരാതിപ്പെട്ടപ്പോൾ ആ കുട്ടികളെ അധിക്ഷേപിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. കോളേജ് അധികൃതർ പോലും അധിക്ഷേപിച്ചു എന്നവർ പരാതിപ്പെടുന്നു. പക്ഷെ ഇപ്പോൾ ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു പിന്തുണ കിട്ടുന്നത് ആശ്വാസകരമാണ്. പക്ഷെ ഇപ്പോഴും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ അജ്ഞാതനെ, അക്രമിയെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയല്ലേ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് പോലീസ് വിശദീകരിക്കുന്നത്? ശരണ്യ, ടോമ, ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. ഇപ്പൊ ഒരാഴ്ച പിന്നിടുന്നു ഈ സംഭവം നടന്നിട്ട്. അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ ആണ് MSM കോളേജിന്റെ വനിതാ ഹോസ്റ്റലിന്റെ ശുചിമുറിയിൽ ഒരാൾ, അതായത് പുലർച്ചെ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുകയാണ്. അതിനിടയിൽ പുലർച്ചയോടുകൂടി ടോയ്ലറ്റിലേക്ക്, ശുചിമുറിയിലേക്ക് പ്രവേശിക്കുന്നതിനിടയിൽ അകത്തേക്ക് കടക്കുമ്പോഴാണ് തൊട്ടടുത്ത ശുചിമുറിയിൽ നിന്നുകൊണ്ട് ഒരാൾ എത്തി നോക്കുന്നതായി വിദ്യാർത്ഥിനികൾ കണ്ടത്. തുടർന്ന് ആ കുട്ടി അവിടെ ഭയന്ന് അവിടെ നിന്നുപോയി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇയാൾ തന്നെ തൊട്ടടുത്തുള്ള തങ്ങളുടെ മുറിയിൽ കയറി ഉറങ്ങിക്കിടക്കുന്ന സഹപാഠിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് ഈ കുട്ടി കാണുന്നത്. പിന്നീട് നമ്മളോട് അവർ പറയുന്നത് കരയാൻ പോലും ആവാത്ത വിധം ഭയന്നു പോയിരുന്നു എന്നുള്ളതാണ്. ഈ സമചിത്തത വീണ്ടെടുത്ത്, സമനില വീണ്ടെടുത്ത ശേഷം ഈ പെൺകുട്ടി അലറിക്കരഞ്ഞു. അപ്പോൾ ഇയാൾ തിരിഞ്ഞു നോക്കിയിട്ട് ഈ കുട്ടിയെ കുറച്ചു നേരം നോക്കി നിന്ന ശേഷം മാറിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ്. അയാൾക്ക് യാതൊരുവിധ ഭയവും ഉണ്ടായിരുന്നില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. ഇത് തുടർന്ന് പിന്നീട് വരും ദിവസങ്ങളിൽ ഇതേ സംബന്ധിച്ച് കുട്ടികൾ പരാതി നൽകി നിർബന്ധപൂർവ്വം അവിടെ എത്തി. തൊട്ടടുത്ത MSM മാനേജ്മെന്റിന്റെ മാനേജറുടെ വീടാണ്. അവിടെ എത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇത് പരിശോധനയിൽ ഇതിനു മുമ്പുള്ള ഒരു ദിവസവും ഇയാൾ വന്നിട്ടുള്ള CCTVയിലെ ദൃശ്യങ്ങളടക്കം ഇവർക്ക് ലഭ്യമാവുകയും ചെയ്തു. പോലീസിനെ വിളിച്ചു വരുത്തി കായംകുളം DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി പരിശോധന നടത്തി CCTV ദൃശ്യങ്ങളടക്കം കൈമാറിയിട്ട് ഇന്ന് 8ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ പ്രതിയെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിവരവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ആരാണ് ഇത് അവിടെ എത്തുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിവരം ഇതുവരെ പോലീസ് കൃത്യമായൊരു വിവരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവങ്ങൾ നടന്നു. തുടർന്ന് ലേഡീസ് ഹോസ്റ്റലിന്റെ പല ഭാഗങ്ങളിലും വലിയ എയർ ഹോളുകളുണ്ട്. ആ എയർ ഹോളുകളെല്ലാം തന്നെ ഇവര് അലൂമിനിയം ഷീറ്റുകൾ ഉപയോഗിച്ച് അടിയന്തരമായി മറച്ചു. ആ മറച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസവും ഇയാൾ അവിടെ എത്തി എന്നുള്ളത്, അതായത് പോലീസിന്റെ അന്വേഷണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും അയാൾ അവിടെ എത്തി എന്നുള്ളതാണ്. ഒന്നിലേറെ ആളുകൾ ഉണ്ട് എന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ എത്തി ഈ തകിട് ഷീറ്റിന്റെ സ്ക്രൂകൾ ഇളക്കിയിട്ടുള്ളതായി കുട്ടികൾ കണ്ടിട്ടുണ്ട്. കാൽപ്പാടുകളുടെ ദൃശ്യങ്ങളടക്കം ഇവർ കാണിച്ചുകൊണ്ടാണ് നമ്മളെ ബന്ധപ്പെടുന്നത്. ഇത് ഒരു 3-4 ദിവസം ഇത് തന്നെ ആവർത്തിക്കപ്പെട്ടു. അതായത് പോലീസ് നിരീക്ഷണത്തിലുള്ള ഒരിടത്ത് പോലും എത്തി ഇയാൾ റൂഫിൽ വരുന്നു, അവിടുത്തെ കോറിഡോറുകളിൽ എത്തുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ഈ കുട്ടികൾ കൃത്യമായി പോലീസിനോട് പങ്കുവച്ചിട്ടും പോലീസിന്റെ പട്രോളിംഗ് നടക്കുന്നതിനിടയിൽ വീണ്ടും ആളുകൾ എത്തി എന്നുള്ളതാണ്.
ഇവർ എത്തി എന്നുള്ള വിവരം അറിഞ്ഞ്, അതായത് കഴിഞ്ഞ ഞായറാഴ്ചയോടുകൂടി രാത്രിയോടെ വിദ്യാർത്ഥികൾ നമ്മളെ അടക്കം ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു വീണ്ടും അയാൾ എത്തിയിട്ടുണ്ട്, അവിടെ ടെറസിന്റെ മുകളിലാണ് ഇയാൾ നിൽക്കുന്നത്, അതിനുശേഷം അയാൾ ഓടി മറഞ്ഞു എന്നുള്ളത് കുട്ടികൾ പറയുന്നു. ആ രാത്രിയോടെ കുട്ടികൾ ഇറങ്ങി പ്രതിഷേധവുമായി മാനേജറുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്നുകൊണ്ട് പോലീസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. തുടർന്ന് പോലീസ് എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു പരാമർശം, അവർക്ക് ഈ കുട്ടികളോട് ഇത്തരം ഒരു മറുപടി പറഞ്ഞത് എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന, പ്രഥമ പരിഗണന കൊടുക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ കുട്ടികളോട് ഇത്തരത്തിൽ പറഞ്ഞതെന്നാണ്. അതായത് ശുചിമുറിയിലടക്കം എത്തിയിട്ടുണ്ട് എന്ന് കുട്ടികൾ പരാതി പറയുമ്പോൾ ഒളിഞ്ഞു നോക്കാനായി എത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഒളിഞ്ഞു നോക്കിയതിനു ശേഷം പൊക്കോളും, നിങ്ങൾ അതിനെ അങ്ങനെ വിട്ടാൽ പോരെ എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. അവർക്ക് എന്ത് അന്വേഷണമാണ് അവർ നടത്തുന്നുള്ള മറു ചോദ്യം കൂടി ആ പെൺകുട്ടി നമ്മളോട് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് രാത്രിയാണ് ഈ കുട്ടി, അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഈ കുട്ടികളോട് ഈ രീതിയിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഹോസ്റ്റലിൽ എത്തുകയും വിദ്യാർത്ഥിനികളെ കാണുകയും ചെയ്തിരുന്നു. ഹോസ്റ്റലിലെ പല ഭാഗത്തും ഈ കാൽപ്പാടുകൾ അടക്കമുണ്ട്. അത് പെയിന്റ് അടിച്ച് മറക്കുന്നതിനും ഒപ്പം തന്നെ തകര ഷീറ്റുകൾ വെച്ച് മറക്കുന്നതിനും ഒക്കെയാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. ഈ ഹോസ്റ്റലിൽ നമ്മൾ എത്തുമ്പോഴാണ് ഈ ഹോസ്റ്റലിനെ സംബന്ധിച്ചുള്ള സ്ഥിതി നമ്മൾ മനസ്സിലാക്കുന്നത്. ലൈസൻസ് ഇല്ലാതെയാണ് 20 വർഷക്കാലമായി ഈ ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് കുട്ടികൾ പറഞ്ഞ പ്രധാനപ്പെട്ട സംഭവം. അതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതാണ്. കാരണം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്റ്റൽ, കൃത്യമായ സുരക്ഷാ ജീവനക്കാരില്ല. അങ്ങനെ ഇതെല്ലാം, ഇത്തരം വീഴ്ചകളെല്ലാം തുറന്നു കാണിച്ചിട്ടും ഈ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ രാത്രിയിൽ ഇതുപോലുള്ള അജ്ഞാതന്റെ സാന്നിധ്യം ഉണ്ടായിട്ടും ഈ പരാതി നൽകിയിട്ടും ഇപ്പോഴും അവിടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരെ മറ്റോ നിയമിച്ചിട്ടുണ്ടോ? അതോടൊപ്പം പോലീസിന്റെ സാന്നിധ്യം രാത്രി സമയങ്ങളിൽ അവിടെ ഉണ്ടോ? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് ഇതുവരെയും സ്വീകരിച്ചിരിക്കുന്നത്? ശരണ്യ. ടോം, ഈ ഞായറാഴ്ച അവിടെ കുട്ടികൾ എത്തുമ്പോൾ വിദ്യാർത്ഥികൾ നമ്മളെ വിളിച്ച് അവരോട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് വനിതാ പോലീസിനെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോളേജ് മാനേജ്മെന്റ്, അധ്യാപകർ, പ്രത്യേകിച്ച് കോളേജിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം. കുട്ടികൾ ഹോസ്റ്റൽ ഫീ അടക്കം അടക്കുന്നതും കോളേജിലാണ്. കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ പോലീസിന്റെ കാവൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവിടെ അത്തരത്തിൽ ആളിടാൻ വനിതാ പോലീസിനെ നിയോഗിക്കാൻ വേണ്ടത്ര വനിതാ പോലീസ് ജീവനക്കാർ ഇല്ല എന്നുള്ള മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പെട്രോളിംഗ് മാത്രം നടത്താമെന്നുള്ള നിർദ്ദേശം നൽകി. അപ്പോൾ കുട്ടികൾ പറയുന്ന അവിടെ വന്ന് ഒപ്പിട്ടിട്ട് പോകുന്നതിനപ്പുറത്തേക്ക് തങ്ങൾക്കൊരു സുരക്ഷയും ഇല്ല എന്നുള്ളതാണ്. പോലീസ് പെട്രോളിംഗ് നടക്കുന്നതിനിടയിലാണ് വീണ്ടും അയാൾ അവിടെ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. അത്തരത്തിൽ പോലീസിന്റെ പരിശോധന നടക്കുന്നതിനിടയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പോലീസ് വന്നു പോകുന്നതിനിടയിൽ അയാൾ അവിടെ എത്തി. എന്നിട്ടും അയാളെ പിടിക്കാനോ വന്നതാരാണെന്ന് കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടി നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. പലയിടങ്ങളും സുരക്ഷിതമല്ല, അടിയന്തരമായി മേട്രനെ അവിടെ ഒരു എടുക്കണം, ഒപ്പം തന്നെ ഹോൾസ് അടയ്ക്കണം, പുറകുവശത്ത് ചുറ്റുമതിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു മാനദണ്ഡം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒപ്പുവെച്ചതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് അധികൃതർ അവരുടെ CCTV ഒക്കെ കൊണ്ട്, ലൈറ്റും CCTV ഒക്കെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം ഈ ഭയം തട്ടിയ കുട്ടികളാണ്. അവർക്ക് നല്ല പേടിയുണ്ട്. ഇത് ആരാണ് വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ടോം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത്രയും ഒരു പുലർച്ചെയുള്ള ഒരു 2 മണിക്ക് നമ്മളുടെ ഒരു അപരിചിതൻ നമ്മളുടെ ശുചിമുറിയുടെ തൊട്ടടുത്ത മുറിയിൽ നിൽക്കുക, ഇറങ്ങി വരുമ്പോൾ മുറിയുടെ അകത്ത് നിൽക്കുന്നത് കാണുക, തിരിഞ്ഞ് ആ കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുക. അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കണം. പരീക്ഷാകാലമാണ്. രാത്രി മുഴുവൻ ഉറക്കം നിന്നുകൊണ്ടാണ് വിദ്യാർത്ഥിനികൾ അവിടെ ഈ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ കുട്ടികൾ ഒരുമിച്ച് കൂടുകയും ഫാൻ അടക്കം ഓഫ് ചെയ്തുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇവർ പുറത്തിറങ്ങി വന്ന് പരിശോധിക്കുന്നത്. വടി അടക്കം വെച്ചുകൊണ്ടാണ് കുട്ടികൾ അകത്തിരിക്കുന്നത് എന്നുള്ളതാണ് സാഹചര്യം. ഈ ആള് ആരാണ്, അല്ലെങ്കിൽ വന്നവർ ആരാണ് എന്ന് കണ്ടുപിടിക്കാത്ത, അവരുടെ ഉദ്ദേശം എന്താണെന്ന് കണ്ടുപിടിക്കാത്തിടത്തോളം ഒരു മനസ്സമാധാനവും ആ കുട്ടികൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിനകത്ത് എന്ത് ഉറപ്പ് നൽകിയാലും ഒരു മനസ്സമാധാനവും ലഭ്യമാകില്ല. കാരണം പോലീസിന്റെ പെട്രോളിംഗ് ഉള്ള ഒരു സ്ഥലത്താണ് അയാൾ പരസ്യമായി രാത്രി വന്ന് ടെറസിന്റെ മുകളിൽ നിൽക്കുന്നത്. കുട്ടികൾ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചപ്പോൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പോലീസിന് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടടുത്ത് അന്യസംസ്ഥാന തൊഴിലാളികളടക്കം 400ഓളം പേർ താമസിക്കുന്ന ഇടമുണ്ടെന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട്
ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്ക് ആ കുട്ടികളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇത്തരത്തിൽ ലൈസൻസ് ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും എന്തുകൊണ്ട് ഈ സംവിധാനത്തിനെതിരെ നിയമപരമായ ഒരു നടപടിയിലേക്ക് നീങ്ങാത്തതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കൃത്യമായ മറുപടി പറയാൻ ആർക്കും കഴിയുന്നില്ല. നമ്മൾ എല്ലാ ദിവസവും ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നുണ്ട്. അവർ പറയുന്നത് ആളെ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു മറുപടി മാത്രമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പളുടെ മുമ്പിലെത്തി പ്രതിഷേധിച്ച വിദ്യാർത്ഥിനികൾ 3 പേർ കുഴഞ്ഞു വീണു. ബോധക്ഷയമുണ്ടായ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞ് പാനിക് അറ്റാക്ക് പോലൊരു സംവിധാനമാണ് പ്രശ്നമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. നല്ല ഭയം തട്ടിയിട്ടുണ്ട് ഈ കുട്ടികളുടെ ഉള്ളിൽ. അത് ആ ഒരു രാത്രി മുഴുവൻ ഉറക്കമില്ലാത്ത സാഹചര്യം, അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് അധ്യാപകർ, നമ്മൾ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിവ്യയുമായി സംസാരിച്ചപ്പോൾ അധ്യാപകരും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വനിതാ വുമൺ സെല്ലിന്റെ, അതായത് കോളേജിന്റെ വുമൺ സെല്ലിന്റെ സാന്നിധ്യത്തിൽ കുട്ടികൾക്ക് ഓരോരുത്തർക്കും കൗൺസിലിംഗ് കൊടുക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത്ര ഗൗരവമാണ് ഈ വിഷയം. അധ്യാപകർ പരാതി ഉന്നയിക്കുന്നു. അവർ യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് കേരള സർവകലാശാലയ്ക്ക് അധ്യാപകർ ഗൗരവമുള്ള വിഷയമാണ്. വലിയ ഭീതിയോടെയാണ് MSM കോളേജിലെ വിദ്യാർത്ഥിനികൾ അവിടെ കഴിയുന്നത്, ഹോസ്റ്റലിൽ കഴിയുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് ഈ പ്രതിയെ ഈ അജ്ഞാതനെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ച തന്നെയാണ്. അതോടൊപ്പം ഈ പെൺകുട്ടികളെ അധിക്ഷേപിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും നടപടി ആവശ്യമാണ്. ഈ കുട്ടികളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്.